ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പപ്പടക്കറി ഉണ്ടാക്കാം. പപ്പടക്കറി എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ മേലാത്ത ചിലരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇതൊരു പ്രത്യേക സ്റ്റൈൽ പപ്പടക്കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പപ്പടം കാച്ചുന്നതിന് വേണ്ടി ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ ചീനച്ചട്ടി നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കൂടുതലും പപ്പടക്കറിക്ക് ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ചട്ടി ചൂടായി വരുന്നുണ്ട്, നമുക്കതിലോട്ട് എണ്ണ ഒഴിക്കാം. നമുക്ക് പപ്പടം മുഴുവനായിട്ട് വേണമെങ്കിൽ കാച്ചിയെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കാച്ചിയെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ് പപ്പടം കാച്ചിയെടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കാച്ചിയെടുത്തിരിക്കുന്നത്. ഒരു 8 പപ്പടമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് പപ്പടം എടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് പപ്പടം ഇട്ട് കാച്ചിയെടുക്കാം. ഈ പപ്പടക്കറി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നുമില്ലാത്ത സമയങ്ങളിൽ ഈ പപ്പടം മാത്രം മതി. നമുക്ക് അത്ര ടേസ്റ്റായിട്ടുള്ളൊരു പപ്പടക്കറിയാണ്. എല്ലാവരും ഇതിങ്ങനെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം, അപ്പോഴേ നിങ്ങൾക്ക് എങ്ങനെ ഇത് വെക്കുന്നതെന്ന് അറിയാൻ പറ്റൂ. പപ്പടം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ പപ്പടം മൂത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റാം. ഞാനങ്ങനെ ആ 8 പപ്പടവും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് 8ഉം ഇപ്പോൾ നമ്മൾ പപ്പടം കാച്ചി കഴിഞ്ഞു. ഇനി ആ എണ്ണയിലോട്ട് നമ്മൾ അരയ്ക്കാനുള്ള തേങ്ങ ചേർക്കാൻ പോകും. പക്ഷെ നമുക്ക് എണ്ണ ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ എണ്ണ കുറച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി ഈ എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ തേങ്ങ ചേർക്കുക. നമുക്ക് ഞാൻ ഈ തേങ്ങ കാണിച്ചപ്പോൾ ക്യാമറ കുറച്ച് ചെരിഞ്ഞായിരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പറയാം. ഒരു അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഒരു അരമുറി, നമ്മുടെ ഇഷ്ടത്തിന് തേങ്ങ എടുക്കാം. ഇതൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ വലിയ ജീരകം, പെരുംജീരകം, അത് ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ചെറിയ ഏലക്ക, വലിയ ഏലക്കയാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതായതുകൊണ്ട് 2 ഏലക്ക എടുത്തു. ഒരു 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി, അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചുവയ്ക്കും. പിന്നെ ചെറിയ 2 പീസ് ഇഞ്ചി കഷ്ണമാണ്, ചെറിയ പീസാണ് എടുത്തിരിക്കുന്ന ഇഞ്ചി. പിന്നെ കറിവേപ്പില, കഴുകി വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പില എടുത്തിരിക്കുന്നത്. ഉണക്കമുളക്, നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, ഒരു 6-7 ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട്. ഇനി നമുക്കിതൊന്നും എല്ലാം വറക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, പൊടിയല്ല, മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ മല്ലിയും മുളകും പൊടിയാണ് ഉള്ളതെങ്കിൽ, മുഴുവനായിട്ടില്ലെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം. അത് നമ്മളിത് വറുത്ത് കഴിഞ്ഞ് തീ ഓഫാക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂക്കണം, ഒരു ബ്രൗൺ നിറമാകണം. ഇപ്പോൾ ഏകദേശം ഒരു നിറം മാറി വരുന്നുണ്ട്. നമുക്ക് ഈ പപ്പടക്കറിയിൽ പണിയെന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്തരയ്ക്കൽ മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാകും. നല്ല ടേസ്റ്റുള്ളതാണ്. പച്ചക്കറി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പപ്പടം ഉണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റായിട്ട്, നല്ല രുചിയായിട്ട് ഒരു പാത്രം ചോറുണ്ണാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാം. ഇത് തേങ്ങ വറുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ആ മുളകിൻ്റെയും ആ തേങ്ങയുടെയും ആ വലിയ ജീരകത്തിൻ്റെയും, നമ്മൾ പെരുംജീരകം ഇട്ടാണ് അരയ്ക്കുന്നത്, ഗ്രാമ്പൂവിൻ്റെയും കറുകപ്പട്ടയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഏകദേശം നന്നായി മൂത്ത് വന്ന് ഇനി ഒരു 2 മിനിറ്റും കൂടി മതി. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ നിറമായി കിട്ടും. കരിയരുത്, നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് ചുവ വരും. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ. എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്.
പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും. നമ്മുടെ പപ്പടത്തിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുവാണ്. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ കറി വെക്കുന്നതിനായിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലൂടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ പുക വരുന്നത് ഞാൻ തീ അറിയാതെ കൂട്ടി വെച്ചു. തീ സിമ്മിലാക്കി വെക്കുക. നമുക്കിതിലോട്ടൊരു ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഒരര ടീസ്പൂണ് കടുക് ചേർക്കാം. നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചേർക്കാൻ നോക്കുക. വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർക്കാം. ഇനി ഒരു കടുക്, ഒരു അര ടീസ്പൂണ് കടുക് ചേർത്തു. ഇനി കടുകൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകൊന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 2 തണ്ട് കറിവേപ്പില കഴുകി വെച്ചിരുന്നതാണ്, അതെടുത്തിടാം. ഇനി നമുക്കിതിലോട്ട് വേണമെങ്കിൽ 2 or 3 പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. നല്ല എരിവുള്ള മുളകാണ് എടുത്തത്. പിന്നെ ഞാൻ ചുമന്നുള്ളിയാണ് ചേർക്കുക. ചുമന്നുള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു 10-25 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ഈ കറിക്ക് സവോള ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ്, നമ്മുടെ രുചി കൂടണമെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയുള്ളി ഇനി അതിലേക്ക് ഒരു കുഞ്ഞ് 2 കഷ്ണം ഇഞ്ചി ചേർക്കണം. ഈ ഉള്ളി ഒന്ന് വഴന്നിട്ട് അതിലൂടെ നമുക്ക് ഇഞ്ചി ചേർക്കാം. തക്കാളി, ഒരു തക്കാളിയും ഒരു തക്കാളി എന്ന് പറയുമ്പോൾ ഒരു വലിയ തക്കാളിയല്ല, ഒരു ഇടത്തരം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് ഇഞ്ചിയും തക്കാളിയും കറിവേപ്പില ഇതെല്ലാം 3 കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടി ഞാൻ അരപ്പിലാട്ടോ ചേർത്തത്. ഇനി ഇതിലോട്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അരപ്പൊന്ന് നന്നായിട്ട് ഏകദേശം ഒന്ന് മൂത്തിതായി വന്നിട്ടുണ്ട്, വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഉപ്പ് ചേർക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ആകുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. അരപ്പൊന്ന് അരച്ചുകൊണ്ട് വരാം. അത് നല്ല വെണ്ണ പോലെ അരയ്ക്കണേ. നമ്മൾ വെള്ളം ചേർക്കണ്ട. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു കുറച്ച് വെള്ളം ഒന്ന് ഇതാക്കി ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ അരപ്പ് ഇപ്പോൾ കാണിച്ചിട്ട് കാണുന്നില്ല. ഞാൻ പിന്നെ അരപ്പ് കാണിച്ചു തരാം എങ്ങനെ അരച്ചെടുത്തതെന്ന്. നമുക്ക് അരപ്പിനി ഇതിലോട്ട് ചേർക്കാം. ഏകദേശം നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി അരപ്പ് ചേർക്കാം. തക്കാളിയൊക്കെ വെന്ത് ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നമ്മളിതിലോട്ട് ചേർക്കുവാണ്. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ജാറിലോട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളം ഒഴിച്ച് ജാറിതാക്കി വേണം നമുക്ക് ഈ അരപ്പിലോട്ട് ഒഴിക്കാൻ. ഇത് കണ്ടോ, അരപ്പ് ഞാൻ നിങ്ങളപ്പോൾ കാണിച്ചിട്ടില്ലായിരുന്നു. അരപ്പ് കാണിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ അരയണം, ഇതേപോലെ അരഞ്ഞിരിക്കണം. ഇത് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. എണ്ണ കണ്ടോ മേളിൽ തെളിഞ്ഞ് നിൽക്കുന്നത്. ഈ കറി നമ്മൾ 2 ദിവസം പുറത്തിരുന്നാലും ഇത് കേടാകത്തില്ല. ഇരിക്കുന്നതിനനുസരിച്ച് ഇതിന് രുചി കൂടുകയുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ പപ്പടക്കറി റെഡിയായി. നമ്മൾ പപ്പടം ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറി നമ്മുടെ റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് തിള വരണം. നമുക്കിനി വെള്ളം നമുക്ക് ആവശ്യം, ചാറ് നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ 1/2 ഗ്ലാസും കൂടി ചൂടുവെള്ളം ചേർക്കാം. ഈ കറി നമുക്ക് ഈ ഒരൊറ്റ കറി മതി. നമുക്ക് വയറ് നിറച്ചും ചോറുണ്ണാനും നമുക്കും നമ്മുടെ പിള്ളേർക്കും എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് പപ്പടക്കറി. ഇത് വറുത്തരച്ച്, ഞാൻ ഈ പപ്പടം പച്ചയ്ക്ക് 2-3 സൈസ് വെച്ചിട്ടുണ്ട്. മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ
തേങ്ങ പച്ചയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എനിക്ക് രുചി കൂടുതൽ തോന്നിയത് ഈ വറുത്തരച്ച തേങ്ങയാണ്. നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെ ഇരിക്കും, ബീഫ് കൂട്ടി കഴിക്കുന്ന പോലെ ഇരിക്കും. ബീഫ് കറിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഈ പപ്പടക്കറിക്കാണ്. ഇപ്പം ഏകദേശം ഒരുവിധം തിള വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ച് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പപ്പടം അതിലോട്ട് ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ പപ്പടം, നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പപ്പടം കാച്ചിയ ചെറുതായിട്ട് മുറിച്ച പപ്പടം അങ്ങോട്ട് ചേർക്കാം. വലിയ പപ്പടമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് അങ്ങനെ കൈ കൊണ്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമുക്കിനി ഇതങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടക്കറി റെഡിയായി. ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ല നമുക്ക് ആ സ്മെല്ല് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അത്ര ടേസ്റ്റുള്ളൊരു പപ്പടക്കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മുടെ പപ്പടക്കറി റെഡിയായി. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റണം. ഈ ഒരു തിള വരുന്നതോടുകൂടി നമ്മുടെ കറി കഴിഞ്ഞ് നമ്മൾ റെഡിയായി. നമ്മളിനി മറ്റൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി.